അങ്ങനെ വിഷു ദിനത്തിൽ രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് കണിയും കണ്ട് 4-3 മെഗാ ബോംബും ഡിജിറ്റൽ ബോംബും പിന്നെ കുറച്ച് പച്ചകുണ്ടും പൊട്ടിച്ചിട്ട് 2026 വിഷുപ്പുലരിക്ക് ഞാൻ തുടക്കമിട്ടു. ദേഹത്ത് പറ്റി പിടിച്ച കരിമരുന്നൊക്കെ തുടച്ച് വൃത്തിയാക്കി കുളിച്ച് ഡ്രസ്സ് ഇട്ട് വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകി. അധികം നേരം നിന്ന് താമസിപ്പിച്ചില്ല. പെട്ടെന്ന് തന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയി. വീടിന് തൊട്ടടുത്തുള്ള മാധോത്ത് എന്ന് പേരുള്ള വിഷ്ണു ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യം പോയത്. വിഷു, ഓണം എന്നിങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് അവിടെയൊക്കെ തന്നെയായിരിക്കും. വിഷു ദിനമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കാലുകുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുത് ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി മഞ്ഞോട്ട് എന്ന ക്ഷേത്രത്തിലേക്ക് ഞാൻ പോയി. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണുമൂർത്തിയാണ്. അതായത് വിഷ്ണു തന്നെയാണ്. തൊട്ടരികത്ത് ചാമുണ്ടിയും പൂമാരുതനുണ്ട്. അമ്പലത്തിൽ നിന്നും പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുളികന്റെയും നാഗദൈവങ്ങളുടെയും ബ്രഹ്മരക്ഷസിന്റെയും പ്രതിഷ്ഠകൾ കാണാം. ഇവിടെ വരെ വന്നിട്ട് ഗുളികനെയും ബ്രഹ്മരക്ഷസിനെയും നാഗദൈവങ്ങളെയും തൊഴാതെ പോകുന്നത് മോശമല്ലേ? അങ്ങനെ എല്ലാ ദേവീ ദേവന്മാരെ തൊഴുത് പ്രാർത്ഥിച്ച് ഞാൻ ആ ക്ഷേത്രത്തിന്റെ അകത്തളത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ ഒരു ടേബിൾ നിറച്ചും കുറെ ഗ്ലാസുകൾ നിരത്തി വെച്ചിരിക്കുന്നു. വല്ല ജ്യൂസോ നാരങ്ങ വെള്ളമോ മറ്റോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്ത് ചെന്ന് ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ ഒരു പാല് പോലൊരു സാധനം അതിനകത്ത്. കുടിച്ചപ്പോഴാ ഹോർലിക്സ് കലക്കിയ പാല്. ആഹാ, ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? എന്തായാലും സംഭവം കലക്കി. നാരങ്ങ വെള്ളമെങ്കിൽ നാരങ്ങ വെള്ളം എന്ന് വിചാരിച്ച് ഒരു പൂ പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെന്ന് എനിക്ക് കിട്ടിയത് ഒരു പൂക്കാലമായിരുന്നു.